മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ബട്ട് നമുക്ക് ഇനിയും സജഷൻസ് വരുന്നൊരു വീഡിയോയിൽ ഒന്നാണ് ഈ ഒരു സംഭവം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് എല്ലാ സംഭവം ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോ പറയുന്നതെന്ന്. ബട്ട് കൈസ് അതിനകത്ത് കുറെ അധികം കമന്റ്സ് വരുന്നതാണ്, ബ്രോ ഒന്ന് ഓർഡർ ചെയ്ത് കാണിച്ചു തരുമോ, എനിക്ക് ഡൗട്ട്സ് ഉണ്ട്, ബ്രോ ഒന്ന് ഓർഡർ ചെയ്ത് കാണിച്ചു തരുമോ. അതുപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത മിക്ക സംഭവം ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ആദ്യത്തെ 5 ഓർഡറൊക്കെ കൺഫേം ആവുന്നുണ്ട്, ബട്ട് ഇനി അങ്ങോട്ട് എനിക്ക് ക്യാൻസൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ക്യാൻ മേക്ക് മണി ബട്ട് വീണ്ടും വീണ്ടും ക്യാൻസൽ ആവുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ എനിക്കും ഈ റീസൺസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ കുറച്ച് കാണാൻ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഏണിങ്സ് കിട്ടിയോ അല്ലെങ്കിൽ ഈ സംഭവം കൊണ്ട് ആരെങ്കിലും ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് തുടക്കം തന്നെ ഞാൻ പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നി മാത്രം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. വീഡിയോ ഒരിക്കലും ഞാൻ ഇഴപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ വീഡിയോ വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുള്ളൂ. സോ ലൈക്ക് ചെയ്യുക. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കമന്റ് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് പ്രൂഫ്. ഓക്കെ, ഇതാ നമ്മുടെ ഒരു ഫ്രീ ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പാണ്. സോ ഇതാണ് പ്രൂഫും കാര്യങ്ങളൊക്കെ. നമ്മുടെ സബ്സ്ക്രൈബർ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് ഏൺ ചെയ്തതാണ്. സോ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ ഓർഡർ കൺഫേം ആയ സാധനമാണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. വേറെ സ്റ്റുഡൻറ്റില്ല സബ്സ്ക്രൈബറും കൂടെ എന്താണ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് മീഷോയാണ്, 100% മീഷോയും കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അവരുടെ ഡൗട്ട്സ് വരുന്നുണ്ട്, ക്യാൻസൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എനിക്കായിട്ട് തന്നെ മാർജിൻ ആഡ് ചെയ്ത് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ മീഷോ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ബാക്കി ആളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യം ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഷോ ആപ്ലിക്കേഷൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സംഭവം കാണാൻ പറ്റും. ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ താഴെ സ്ക്രോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഉള്ള സംഭവങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ വീണ്ടും പ്രൊഫൈലിലേക്ക് പോവുക. പ്രൊഫൈലിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സംഭവം കാണാൻ പറ്റും. പേര് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഹെൽപ്പ് റഫറാൻ്റെ ആണ്. പിന്നെ തൊട്ട് താഴെ കാണാൻ പറ്റുന്ന കാര്യം ബാങ്ക് ആൻഡ് UPI ഡീറ്റെയിൽസും പേയ്മെന്റ് റീഫണ്ടും. അപ്പോൾ ഈ ബാങ്ക് ആൻഡ് UPI ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരേണ്ടത് ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാങ്കും UPI എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർക്കാണെങ്കിൽ മീഷോ ബാലൻസിലേക്ക് ക്യാഷ് കയറുന്നതായിരിക്കും. മീഷോ ബാലൻസിലേക്ക് ക്യാഷ് കയറി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതായത് ഓരോ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മീഷോ ബാലൻസിലുള്ള ക്യാഷ് നിങ്ങൾ അടച്ചാൽ മതി, നിങ്ങൾ പൈസ അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പിന്നെ പേയ്മെന്റ് ആൻഡ് റീഫണ്ട് ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ മീഷോ യൂസ് ചെയ്ത് എത്രമാത്രം ഏണിങ്സ് ഉണ്ടാക്കി, അതുപോലെ ആ ഒരു ഏണിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ ആഡ് ആക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ, ഈ ഒരു സംഭവങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെല്ലുക. അതിനുശേഷം നിങ്ങൾ അതിന് ബാങ്ക് ആൻഡ് UPI ഇല്ല. അതിനുശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നിങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പേയ്മെന്റ് ആൻഡ് റീഫണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കാണിച്ചു തരാം. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് 500 രൂപയാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ 200 രൂപയും കൂടെ ആഡ് ആക്കിയിട്ട് മറ്റൊരാൾക്ക് സെല്ല് ചെയ്യും. ആ ഒരു 200 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. 500 രൂപ പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല, അതുപോലെ നമുക്കൊരു സ്റ്റോർ ഇല്ല, ഇൻവെന്ററി ഇല്ല, നമ്മളൊന്നും ചെയ്തില്ല, ഷിപ്പ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു സംഭവത്തിൽ നമ്മൾ 0 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് സെർച്ച് ചെയ്യും. ഇപ്പോൾ എനിക്കായിട്ട് ഞാൻ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഞാൻ 100-150 രൂപയ്ക്ക് ഉള്ള ഓർഡർ ചെയ്യാം. സോ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് അവിടെ നോക്കി വെച്ചിട്ടുണ്ട്, 160 രൂപ കണ്ടിട്ടുണ്ട്, ആൻഡ് 143 കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ വേറെ നോക്കുന്നില്ല. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് യൂസ് ആക്കിയുള്ളത് നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്ത് കാണിച്ചു തരാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. 143 രൂപയാണ്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമുക്ക് മറ്റൊരാൾക്ക് ഓർഡർ, അതായത് നമ്മുടെ മാർജിൻ ആഡ് ചെയ്ത് എങ്ങനെയാണ് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. ഡു യു വാണ്ട് ഈസി റിട്ടേൺസ്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും റീസെല് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒറിജിനൽ എമൗണ്ടിന്റെ കൂടെ മാത്രമേ പോവാവൂ. കാരണം നിങ്ങൾക്ക് റീഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എമൗണ്ട്, അതായത് ചെറിയ പൈസക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് വരൂല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ എമൗണ്ട് മാത്രമേ കൊടുക്കാവൂ. സോ ഇവിടെ 143 രൂപയാണ് ഒറിജിനൽ എമൗണ്ട്. ഞാൻ ജസ്റ്റ് ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റും, 143 രൂപ ആ പ്ലാൻസിനെ കാണാൻ പറ്റും. സോ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഓർഡർ ചെയ്ത ഒരുപാട് അഡ്രസ്സ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എന്താണ്
ഏതിലാണ് പോവേണ്ടത്. ഓക്കെ, ഏത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, അല്ല വേറെ കസ്റ്റമർക്കാണെങ്കിൽ ആ കസ്റ്റമർ അഡ്രസ്സ് ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് മാറ്റി തന്നെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു അഡ്രസ്സ് ചേഞ്ച് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി പോകുന്ന അഡ്രസ്സ് വേറെ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ എൻ്റെ അഡ്രസ്സ് ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് നെയിം ചോദിക്കുക, ഫോൺ നമ്പർ ചോദിക്കുക, എവിടെയാണ് വരേണ്ടത്, അതായത് അഡ്രസ്സ് ചോദിക്കുക, സ്റ്റേറ്റ് അല്ല ഡിസ്ട്രിക്റ്റ്, പിന്നെ പിൻകോഡ്, ഇത്ര മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇത് കാണാൻ പറ്റും, പ്രൈസ് കാണാൻ പറ്റും, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ, കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നമ്മൾ മാർജിൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയാണ് നിങ്ങൾ മാർജിൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. മാർജിൻ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 145 രൂപയാണ്. ഇപ്പൊ നമുക്ക് എക്സ്ട്രാ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യാം. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ റീസെല്ലിംഗ് ദ ഓർഡർ. ഓക്കെ, ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ആസ്ക് ഫ്രണ്ട് ടു പേ ഉണ്ട്, അതുപോലെ തന്നെ പേ ആഫ്റ്റർ ഡെലിവറി ഉണ്ട്, പേ ഓൺലൈൻ ഉണ്ട്. ഇതിന്റെ താഴെ കാണാൻ പറ്റും റീസെല്ലിംഗ് ദ ഓർഡർ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണാൻ പറ്റും യെസ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യേണ്ടത്. ഇപ്പൊ 145 രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ്. ഞാൻ നേരെ ഇത് 200 രൂപയ്ക്ക് സെല്ല് ചെയ്യാണ്. 200 രൂപയ്ക്ക് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 145 രൂപ മീഷോയ്ക്കും 55 രൂപ എനിക്കുമാണ്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. മീഷോ ചെന്നതിന് ശേഷം എന്താണ് ഈ 200 രൂപ അവരിന്ന് വാങ്ങിക്കുള്ളൂ, അല്ല 145 രൂപ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. 200 രൂപയാണ് അവരിത് വാങ്ങിക്കുന്നത്. സോ ഞാൻ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എനിക്ക് വരുന്നത് 200 രൂപയ്ക്കാണ്. ഓക്കെ, സോ ഞാൻ പ്ലേസ് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്ക് കാണാൻ പറ്റും എന്താണ്, സോറി ഗൈസ്, ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഏതാണെന്ന് സെലക്ട് ആക്കാം. ലൈക്ക് ക്യാഷ് ഓൺ ക്യാഷ് ഓൺ ഡെലിവറി, കോഡ് ആണെങ്കിൽ കോഡ്, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പ്ലേസ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ കാണാം പ്ലേസിംഗ് ഓർഡർ കാണുന്നുണ്ട്. നമുക്ക് ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ കാണിച്ചു തരാം എവിടെയാണ് നമ്മുടെ ഒരു ഓർഡർ കാണാൻ പറ്റുന്നത്, അതായത് നമ്മുടെ മാർജിൻ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും മാർജിൻ 55 രൂപ, മാർജിൻ വിൽ ബി പ്രൊസീഡ് ഇവിടെ കാണാം. ഓക്കെ, മാർജിൻ വിൽ ബി പ്രൊസീഡ് ആഫ്റ്റർ ഡെലിവറി. ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മാർജിൻ കയറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് താഴെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എപ്പോഴാണ് ഈ മാർജിൻ കയറുന്നതെന്ന് അവർ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടതെന്ന്. സോ ഇവിടെ ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞാൽ ആഗസ്റ്റ് 4-ാം തീയതിയാണ്. വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ സംഭവം മാക്സിമം എത്തുന്നതായിരിക്കും. കുറച്ച് ഡിലേ ആവുന്നത് അല്ല, കുറച്ച് ദൂരോട്ടാണെങ്കിൽ മാത്രം ഡിലേ ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഫ്രണ്ട്സിന് മീഷോ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് 1-2 ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ബട്ട് ബാക്കി ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് വന്ന സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു സംഭവമാണ്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓർഡർ ക്യാൻസൽ, ഓർഡർ ക്യാൻസൽ, ഓർഡർ ക്യാൻസൽ, ഓർഡർ ക്യാൻസൽ. ഓക്കെ, ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മീഷോ യൂസ് ചെയ്ത് 1-2 അല്ലെങ്കിൽ 5-6 ഓർഡർ നമ്മൾ കൺഫേം ആക്കും. കൺഫേം ആക്കിയതിനു ശേഷം ചിലപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ആയിരിക്കും, നമ്മുടെ ഇന്ന് ഒരു പ്രീപെയ്ഡ് പോലും പോയിട്ടില്ലായിരിക്കും. ലൈക്ക് നമ്മൾ ഇതുവരെയായിട്ട് ഒരു ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്ത ഒരാളായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടായിരുന്നു നിങ്ങൾ ക്യാൻസൽ ഓർഡർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കായിട്ടോ ഒരു ചെറിയൊരു പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യുക. ലൈക്ക് ഇപ്പൊ 100 രൂപയുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക, ഓൺലൈനായിട്ട് പേയ്മെന്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് കിട്ടിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ക്യാൻസൽ ആവുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം 5-6 ഓർഡർ കൺഫേം ആക്കുന്ന ഒരാളാണെങ്കിൽ എന്നിട്ടും ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു കസ്റ്റമറിൽ എത്തിയിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യാവൂ. ഓക്കെ, പിന്നെ അടുത്ത സംശയമാണ് റീഫണ്ട് വരുന്നത്. റീഫണ്ട് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഓർഡർ ക്യാൻസൽ ആവുന്ന കാര്യം മനസ്സിലായല്ലോ. സോ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ റീഫണ്ട് വരാൻ ഒരു 80 അല്ലെങ്കിൽ ഒരു 70% ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി കസ്റ്റമറുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റീഫണ്ട് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോഡ് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ ആയിട്ട് ഒരു 200 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ 250 രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഓക്കെ, ഇത് കോഡാണെങ്കിൽ നേരെ മീഷോ ആ കസ്റ്റമറിന് തന്നെ ശേഷം 250 രൂപ വാങ്ങിക്കും. എന്നിട്ട് ഇന്ന ഡേറ്റിലായിരിക്കും നമുക്ക് 50 രൂപ ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, 200 രൂപ മീഷോ എടുത്തിട്ടുണ്ട്. അപ്പം കസ്റ്റമർക്ക് തോന്നി ഓക്കെ, അതായത് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റൂല, 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന് മുമ്പ് കസ്റ്റമർക്ക് തോന്നി എനിക്ക് റീഫണ്ട് ചെയ്യണം, പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ കസ്റ്റമർ നേരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ നേരെ എന്താ ചെയ്യേണ്ടത്, നേരെ തന്നെ ശേഷം മീഷോ എടുക്കുക. അതിനുശേഷം അവരുടെ അഡ്രസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് റിട്ടേൺ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ആ ഓർഡർ കൺഫേം വാങ്ങിച്ചതിന് അതിനുശേഷം ആ ഓർഡർ വാങ്ങിച്ചതിന് ശേഷം മീഷോ ഒറിജിനൽ പ്രൈസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കും. നിങ്ങൾ എടുത്ത റീസെല്ലിംഗ് പ്രൈസ് നിങ്ങൾ ഉണ്ടല്ലോ, സോ അതും കൂടി ചേർത്ത് അവർക്ക് റീഫണ്ട് അയച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ സംഭവം വരുന്നുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ പറഞ്ഞുതരാം. ഓൺലൈൻ ഇവിടെ അധികം ഒരു 90% വരാൻ ചാൻസ് ഇല്ല, കാരണം മിക്കുള്ളവരും കോഡ് തന്നെയാണ് വരുന്നത്. സോ കോഡ് മാത്രം നിങ്ങൾ മാക്സിമം ചെയ്താൽ മതി. നിങ്ങൾ പ്രീപെയ്ഡ് അധികം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പ്രീപെയ്ഡ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ബട്ട് പ്രീപെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നതിന് ശേഷം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു 200 രൂപയുടെ പ്രോഡക്റ്റ് ഓർഡർ വന്നത്, നിങ്ങൾ പറയാണ് 250 രൂപയാണ് പ്രോഡക്റ്റ് എന്ന് പറയാം.
അപ്പോൾ നിങ്ങൾ എന്താണ് നേരെ 50 രൂപ, അതായത് അവർ 250 രൂപ പേ ചെയ്തതിന് ശേഷം 50 രൂപ നിങ്ങൾ എടുക്കുക, ദെൻ 200 രൂപയ്ക്ക് അവർക്ക് ഒറിജിനലായിട്ട് അക്കൗണ്ടിൽ ഓർഡർ കൊടുക്കുക. പക്ഷേ ഇത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീപെയ്ഡ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 200 രൂപ നമ്മൾ ഒറിജിനൽ പ്രൈസ് അടയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം, ഈ ഒരു പ്രോഡക്റ്റ് അവരെ എത്തുന്നത് മീഷോയുടെ ആ ഒരു കവറിലൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഗൈസ് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, കോഡായിരിക്കും എല്ലാവരും ചെയ്യുന്നത്, നിങ്ങൾ പ്രീപെയ്ഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീപെയ്ഡ് നമുക്ക് എന്താണ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പ്രീപെയ്ഡ് കറക്റ്റ് ഇതേ മോഡൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് പ്രീപെയ്ഡ് അധികം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് മീഷോയുടെ പേ കോഡ് കൂടി ചെല്ലാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഒരു 200 പ്രോഡക്റ്റ് നമ്മൾ 250 രൂപ പറയുന്നതെങ്കിൽ കസ്റ്റമർ ഏകദേശം 250 രൂപ നമുക്ക് സെൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ 200 രൂപ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം 50 രൂപ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മീഷോയുടെ ഒറിജിനൽ പാക്കിലായിരിക്കും അടിച്ചിരുന്നത്. പക്ഷെ അത് വലിയ കാര്യമല്ല, മീഷോയുടെ പറഞ്ഞാൽ അധികം സീനുള്ള കാര്യമല്ല. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, അതായത് കസ്റ്റമർ ദേഷ്യപ്പെടും അങ്ങനെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഓൺലൈൻ സ്റ്റോർ നമ്മൾ ആക്ട് ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാ കാലം മനസ്സിലായല്ലോ. റീഫണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ക്യാൻസൽ ആവുന്ന പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡയറക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയി തോന്നുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കുക, ഡൗട്ടും കമന്റ് ആക്കുക. സോ വീഡിയോ ഒന്ന് ഹൈപ്പ് കളയാൻ സഹായിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.